ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാളവിക മാളൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായിട്ടാണ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊരു അമ്പലത്തിൽ പോയൊരു വ്ളോഗ് എടുത്തിട്ടോ. നമ്മൾ ഏത് അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാതിരക്കുന്ന് മന ചെറുപ്പളശ്ശേരി ആട്ടോ. ചെറുപ്പളശ്ശേരിയാണ് പാതിരക്കുന്ന് മന അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. പച്ചമ്മ, ഞാൻ, വൈഷ്ണവി, പിന്നെ കൃഷ്ണ, എൻ്റെ അനിയത്തി, അമ്മച്ചൻ, പാപ്പൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മച്ചൻ ഈ വീഡിയോയിലില്ല. അവർ ബൈക്കുമ്മേണ് വന്നിട്ടുണ്ടായത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ബൈക്കുമ്പോൾ മഴയായതുകൊണ്ട് അവർ എന്താ പറയുക നനഞ്ഞു ആകെ സ്ഥലത്ത് വണ്ടി നിർത്തി കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതാ വരുന്നുണ്ട് കേട്ടോ. ചെറുപ്പളശ്ശേരി പാതിരക്കുന്ന് മന രാവിലത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് പോയത്. ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. അപ്പോൾ അതാ ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെല്ലാം കുടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ പോകുന്നത് നടന്ന് സ്റ്റെപ്പൊക്കെ കയറി. അപ്പോൾ വീഡിയോ ഇപ്രാവശ്യം ഞാൻ എടുക്കാൻ ഏൽപ്പിച്ചത് ഞാനാണ് എല്ലാ പ്രാവശ്യം എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ദേവിത്തിയോട് പറഞ്ഞു, അവളെന്തായാലും വെറുതെ ഫോൺ എടുത്ത് നടക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോട്ടോ. അമ്മ ഞങ്ങളങ്ങനെ കുറേ വീഡിയോസ് എടുത്തു. റീൽസ് ഞാൻ അധികം എടുത്തിട്ടില്ല, അതിനുള്ള സമയം ഉണ്ടായില്ല അവിടെ. പിന്നെ ഫോട്ടോ എടുക്കാൻ നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ്. കൃഷ്ണ തരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ഫോൺ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വൈഷ്ണവി ഈ ഒരു വീഡിയോയിൽ ഇത്തിരി മൂഡാവണമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു തത്തമ്മേനെ വാങ്ങണം, കളിക്കുന്ന ഒരു പാവില്ല, ആ തത്തമ്മേനെ വാങ്ങണം. പിന്നെ അവൾക്ക് വിശക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ അവൾക്ക് നല്ലൊരു ഇതൊക്കെ എടുത്തെടുത്തിട്ട് അവൾ ഞാൻ ഫോട്ടോ എടുത്തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതും അവൾ വീഡിയോ ഒക്കെ എടുത്തേണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവാണ്. ഇനി ഓട്ടോറിക്ഷയിലേക്ക് പോകണം. ഓട്ടോറിക്ഷ നിർത്തേൻ്റെ അവിടെ പോകണം. എന്നിട്ട് ഞങ്ങൾക്ക് അടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം. അനിയത്തിക്ക് തത്തമ്മേനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്നു. വീണ്ടും നല്ല ഫോട്ടോ കണ്ടപ്പോൾ വീണ്ടും ഞാനും കൃഷ്ണ അവിടെ നിന്നു. ഞാൻ വീഡിയോസ് തന്നെ യൂട്യൂബിൽ ഇടാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിങ്ങനെ പോകുമ്പോൾ നിലത്തേക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ ഫോണിൽ തന്നെ നോക്കി പോകുമല്ലോ. അപ്പോൾ ചളി ഉണ്ടല്ലോ. അങ്ങനെ ഫോണിൽ നോക്കി അവിടെ നിന്നു. അപ്പോൾ മേമയും വൈഷ്ണവും കൃഷ്ണയും പോകുമ്പോൾ ഞാനല്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഓട്ടോറിക്ഷയിൽ കാരണം കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഓട്ടോറിക്ഷ ഞാൻ താഴ്ത്തല്ലോ ഓട്ടോറിക്ഷ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇറങ്ങണം. ഞാൻ അവിടെ കുറച്ചിട്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ഡ്രസ്സായിരുന്നു നനയ്ക്കേണ്ടത് എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നടക്കണ പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ മേമ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മേമ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് അതേ വഴി തന്നെ തലയിരിക്കും ചെയ്തിട്ടാണ്. പിന്നെ ഇതാ കൃഷ്ണ പാപ്പനതാ ഞാൻ കൊണ്ടിട്ടോ. പിന്നെ ഞാൻ കുടയിട്ട് പോകുമ്പോൾ കാണാമല്ലോ ഗൈസ്. കൃഷ്ണയും മേമയും അവിടെ നിന്നിട്ട് അവർ വീണ്ടും ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാനും അവിടെ നിന്നു. വൈഷ്ണവി അപ്പുറത്ത് നിന്നിട്ട് ഞാൻ മൂഡൗട്ടായിട്ട് നിൽക്കാം. അവൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് മൂഡൗട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ റോട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ വൈഷ്ണവി ഇതാ ഒരു കടയിലേക്ക് നോക്കിയിട്ട് ഗൈസ് പറയുന്നുണ്ട് തത്തമ്മ വന്നിട്ട് ഇനി ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വൈഷ്ണവി മൂഡൗട്ടായിട്ട് നിൽക്കുന്നത്. അതും ദേവട്ടി വീഡിയോ എടുത്തു. ദേവട്ടി എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നല്ല ഭാഗങ്ങളൊന്നും അവൾ എടുത്തിട്ടില്ല. അപ്പോൾ ആ കടയിലത്തെ ആ തത്തമ്മേനെയാണ് അവൾക്ക് വേണ്ടത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. അതാ വൈഷ്ണവി ഇതായിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കൊട പിടിച്ച് ഒടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സാധനം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഓട്ടോറിക്ഷ ഞങ്ങളെല്ലാവരും കയറാൻ നിൽക്കട്ടെ. അമ്മേനെ വെച്ച് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ആന പോലത്തെ സാധനം ആന ഉണ്ടായിരുന്നു ഈ കളിമണ്ണ്. അച്ഛമ്മ അത് അപ്പുറത്ത് ബാഗിന് എടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. പിന്നെ അതാ ഒരു ബസ് അവർ വീഡിയോ എടുത്തിട്ടോ. പിന്നെ കുറേ പാവക്കുട്ടികൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ വേണ്ടി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ പട്ടാമ്പി എത്തിയപ്പോൾ സ്റ്റുഡിയോയുടെ കുറച്ച് ഓപ്പോസിറ്റിക്ക് ഒരു കടയിൽ കയറിയിട്ടാണ് കഴിക്കണം പറഞ്ഞിട്ട് ഞാനൊരു മസാല ദോശയും വടയാണ് കഴിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ഫ്രം മാളവിക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണേ. ബൈ.